وقعت الواقعة ليس لوقعتها كاذبة خافضة رافعة إذا رجت الأرض رجا وبست الجبال بسا فكانت هباء منبثا وكنتم أزواجا ثلاثة فأصحاب الميمنة ما أصحاب الميمنة وأصحاب المشأمة ما أصحاب المشأمة والسابقون السابقون. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت മസീറ. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശ പ്രബോധനത്തിന്റെ ഭാഗമായി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരാദർശ പ്രമാണ നിബദ്ധമായ ഈ പ്രസംഗത്തിന്റെ ആദരണീയനായ അധ്യക്ഷൻ, പ്രിയങ്കരായ സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, അള്ളാഹുവിന്റെ അടിമകളായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിൽ രക്ഷപ്പെടുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായി ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. എല്ലാ മനുഷ്യരും മരണത്തെ ആസ്വദിക്കുമെന്ന് ഖുർആൻ അർത്ഥശങ്കക്ക് ഇടമില്ലാത്ത വിധം ഖുർആനിലെ പല വചനങ്ങളിലും വ്യക്തമായി സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. വല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലത്തി ലം തുമുത് ഫീ മനാമിഹാ. ഖുർആനിലെ 39-ാം അധ്യായം 42-ാമത്തെ വചനത്തിൽ
അള്ളാഹു പറയുകയാണ്, അള്ളാഹു മരണം വിധിച്ച ഏതൊരു വ്യക്തിയെയും അവനെ മരണമാസന്നമായ ഘട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആത്മാവിനെ പൂർണ്ണമായി ഏറ്റെടുക്കുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. വല്ലത്തി ലം തമൂത് ഫീ മനാമിഹാ, അവര് ഉറങ്ങുന്ന സമയത്ത്, ഉറക്കിന്റെ സന്ദർഭങ്ങളിലും അള്ളാഹു അവരുടെ ആത്മാവിനെ വീണ്ടെടുക്കുന്നു എന്ന് പറയുകയാണ്. ഏത് നിമിഷവും സംഭവിക്കാവുന്ന ഒരു മരണം അത് മുസ്ലിങ്ങൾ എല്ലാവരും ഉൾക്കൊണ്ടിട്ടുണ്ട്. പക്ഷേ മരണം വരുമ്പോൾ സമ്പൂർണമായ മുസ്ലിമായി മരിക്കണമെന്ന് ഗൗരവമായി ചിന്തിക്കുന്നവർ വളരെ കുറവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഖുർആനിലെ 3-ാം അധ്യായം സൂറത്തു ആൽ ഇംറാനിലെ 102-ാമത്തെ വചനമാണ്. സത്യവിശ്വാസികളായിട്ടുള്ള ആളുകളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അത് നിങ്ങൾക്ക് തോന്നിയതുപോലെയല്ല. സൂക്ഷിക്കേണ്ട മുറ എന്താണോ അത് പ്രകാരം നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. എങ്ങനെ അല്ലാഹുവിനെ സൂക്ഷിക്കാനാണോ പ്രമാണങ്ങളിൽ പഠിപ്പിക്കപ്പെട്ടത്, അങ്ങനെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കരുത് എന്ന് പറഞ്ഞാൽ മുസ്ലിം കുടുംബത്തിൽ ഒരു മെമ്പറായിട്ടല്ലാതെ മരിക്കരുത് എന്നാണോ അല്ലാഹു പറഞ്ഞത്? കള്ളു കുടിക്കുന്ന മുസ്ലിം, ശിർക്ക് ചെയ്യുന്ന മുസ്ലിം, വ്യഭിചരിക്കുന്ന മുസ്ലിം, പലിശ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന മുസ്ലിം, ആളുകളെ ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്ന മുസ്ലിം, ഇങ്ങനെയൊക്കെയായി മുസ്ലിം കുടുംബത്തിലെ മെമ്പറായിട്ട് മരിച്ചാൽ മതി എന്നാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്? അല്ല. മറിച്ചൊരു മുസ്ലിം എന്ന നിലയിൽ പടച്ച തമ്പുരാന് കീയൊതുങ്ങിയവനായി അല്ലാഹു അവതരിപ്പിച്ച പ്രമാണങ്ങളെ അവലംബിക്കുന്നവരായിട്ട് ജീവിച്ചു മരിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയും. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്. മരിക്കുന്ന ഏതൊരു നിമിഷം, എപ്പം നിങ്ങളെ മലക്കുൽ മൗത്ത് വന്ന് സമീപിച്ചാലും അപ്പോഴെല്ലാം നിങ്ങൾ മുസ്ലിങ്ങളാകണം എന്നാ പറയുന്നു. അപ്പോഴൊക്കെ നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കരുത് എന്നാ പറയുന്നു. ഏത് നിമിഷം മരിച്ചാലും ഒരു മുസ്ലിമിന്റെ ഗുണത്തോടുകൂടി മരിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെടുന്നത്. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥന 12-ാം അധ്യായം സൂറത്ത് യൂസുഫിൽ 101-ാമത്തെ വചനമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽഖി വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസി ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. പടച്ചോനെ, നീ എനിക്ക് രാജാധികാരത്തിൽ നിന്ന് നൽകി സ്വപ്നവ്യാഖ്യാനമെന്ന മഹത്തായ അനുഗ്രഹത്തെയും നീ എനിക്ക് നൽകി. അല്ലാഹുവേ, ആകാശഭൂമികളുടെ തമ്പുരാൻ നീയാണ്. അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ. ഈ ദുനിയാവിൽ നീയാണ് എന്റെ രക്ഷാധികാരി, ആഖിറത്തിലും നീയാണ് എന്റെ രക്ഷാധികാരി. ഇരു ലോകങ്ങളിലും എന്റെ രക്ഷാധികാരി നീയാണ്. അതുകൊണ്ട് എനിക്ക് അല്ലാഹുവേ നിന്നോട് പറയാനുള്ള കാര്യം ഇതാണ്, തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. നീ എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കണം, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കുകയും വേണം. സഹോദരങ്ങളെ, ഇത് നമ്മളുടെ എല്ലാം ആഗ്രഹമാണ്. പക്ഷേ മുസ്ലിമായി മരിക്കണമെങ്കിൽ, മുസ്ലിമായി ജീവിക്കണമല്ലോ. മുസ്ലിമായി ജീവിക്കണമെങ്കിൽ അല്ലാഹ് അവതരിപ്പിച്ച പ്രമാണങ്ങളെ അവലംബിക്കണമല്ലോ. ഇവിടെ ഒരു കാര്യം, തർക്കമില്ലാത്ത ഒരു കാര്യം, അല്ലാഹു അവതരിപ്പിച്ച ഖുർആനാണ് മുസ്ലിങ്ങളുടെ ഒന്നാമത്തെ പ്രമാണം. അതെല്ലാവരും ഇന്ന് ഫലത്തിൽ അംഗീകരിക്കുന്നുണ്ട്. വാക്കുകളിലും എഴുത്തുകളിലുമൊക്കെ, ജീവിതത്തിൽ ഇല്ലെങ്കിൽ പോലും എല്ലാ മുസ്ലിം സംഘടനകളും പ്രമാണം ഒന്നാമത്തത് ഖുർആനാണ്. രണ്ടാമത്തതാകട്ടെ
അതിന്റെ വിശദീകരണമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകളാകുന്നു എന്നും അംഗീകരിക്കാത്ത, വാദിക്കാത്ത, പറയാത്ത ആളുകളില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ജീവിതത്തിലുടനീളം അതിനെ നിഷേധിക്കുന്ന ഒരു പ്രവണത മുസ്ലിം സമുദായത്തിൽ വർദ്ധിതമായ തോതിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ മരവട്ടം ജംഗ്ഷനിൽ എന്റെ പ്രസംഗം കേൾക്കുന്ന മുഴുവൻ ആളുകളും ഏത് പ്രസ്ഥാനത്തിൽപ്പെട്ടവരാണെങ്കിലും നിങ്ങൾ ഈ പ്രസംഗം ഒന്ന് ടോട്ടലി ശ്രദ്ധിക്കണം. വളരെ കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്കത് ഉപകാരപ്പെടും. ജീവിതത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് നിങ്ങൾക്കുള്ള തെറ്റിദ്ധാരണകളൊക്കെ തിരുത്തപ്പെടും ഇൻഷാ അല്ലാഹ്. അതോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപജയങ്ങളുടെ കാരണങ്ങളിലേക്കും ഇത് വെളിച്ചം വീശും. കാരണം ഞാൻ എന്റെ വകയായി ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, മറിച്ച് നിങ്ങളുടെ മുമ്പാകെ ആർക്കും ബോധ്യപ്പെടുന്ന തെളിവുകൾ വളരെ ലളിതമായ ഉദാഹരണങ്ങളിലൂടെ, ചരിത്ര സംഭവങ്ങളിലൂടെ, കഥകളിലൂടെ എല്ലാം നിങ്ങൾക്ക് വിശദീകരിച്ച് പഠിപ്പിച്ചു തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എല്ലാവരും അറിയേണ്ട ഒരു കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറയുമ്പോ ഹജ്ജ് ചെയ്തിട്ടാണല്ലോ റസൂലുള്ളാഹ് ഈ ലോകത്തോട് വിട പറഞ്ഞു. എല്ലാവർക്കും അറിയാം, ഹജ്ജത്തുൽ വിദാ ചരിത്ര പ്രസിദ്ധമായിരുന്നു എന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് പറഞ്ഞ വളരെ കാതലായ ഒരു കാര്യം അതെന്താണെന്നറിയോ? ഇതാ, ഞാൻ നിങ്ങളിൽ 2 പ്രമാണങ്ങൾ വിട്ടേച്ചു പോവുകയാണ്. തറക്തു ഫീക്കും അംറൈനി ലം തുളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹ് വസുന്നത്തു റസൂലിഹി. 2 കാര്യം അത് ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോവുകയാണ്. ആ 2 കാര്യങ്ങൾ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ ചില ആളുകൾ മുജാഹിദുകളെ പരിഹസിക്കാറുണ്ട്. അങ്ങനെ കയ്യിൽ മുറുക്കി പിടിച്ചാ പോരെ, തുറന്നു നോക്കണം. മുറുകെ പിടിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച വാക്കാണ്. അതിന്റെ അർത്ഥം കയ്യിൽ ഇങ്ങനെ മുറുക്കി പിടിക്കണമെന്നല്ല, മറിച്ച് അതിൽ ഉള്ള ആശയത്തിനനുസരിച്ച് അണുകിട വ്യതിചലിക്കാതെ ജീവിക്കണമെന്നാണ് ആ പറഞ്ഞതിനർത്ഥം. റസൂലുള്ള പറയുന്നത് എന്താണ്? ഖുർആനും സുന്നത്തും ഞാൻ നിങ്ങൾ വിട്ടേച്ചു പോവുകയാണ്. ഇന്ന് മുസൽമാന്റെ ഒരു അവസ്ഥ നോക്ക്. തറക്തു ഫീക്കും ഷഹറൈനി, 2 മുടി ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു, അതിന്റെ പിന്നാലെ ജീവിതം തൊലിച്ചോളി എന്ന് റസൂലുള്ള പറഞ്ഞ പോലെയാണ് ഇന്ന് മുസ്ലിം സമൂഹത്തിലെ ആളുകളുടെ കാട്ടിക്കൂട്ടൽ കണ്ടാല് നമുക്ക് മനസ്സിലാവുക. എന്നാൽ തറക്തു ഫീക്കും അംറൈനി, 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോവുകയാണ്. ആ 2 കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ എന്താവൂല? നിങ്ങൾ പിഴച്ചു പോവില്ല, വഴിതെറ്റൂല, ആർക്കും നിങ്ങളെ പിഴപ്പിക്കാനും കഴിയില്ല. ഈ ഒരു പോയിന്റ് ഞങ്ങൾ അംഗീകരിക്കുന്നു, വളരെ കൃത്യമായി അംഗീകരിക്കുന്നു എന്ന് മാത്രമല്ല, അത് കണിശമായി പാലിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അതോടൊപ്പം ജനങ്ങളോട് ഞങ്ങൾ പറയുന്നതും അത് തന്നെയാണ്. ഏതൊരു വിഷയവും ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഉഖാലയിൽ, ദുൽമജാസിൽ, മജന്നായിൽ, അതായത് റസൂലുള്ളാഹി ജീവിച്ച മക്കയിലെ ഉത്സവ ചന്തകളാണ് ഇതൊക്കെ. നമ്മൾ പല ഉത്സവങ്ങൾ ഉണ്ടാവുമല്ലോ കേരളത്തിൽ. അതുപോലെ മക്കയിലെ ക്ഷേത്ര പൂജാരികൾ, അവിടെ ഉണ്ടായിരുന്ന ആരാധന നടത്തിക്കൊണ്ടിരുന്ന ആളുകൾ, അവരുടെ ക്ഷേത്ര ഉത്സവമാണ്. ഈ പ്രദേശങ്ങളൊക്കെ ഉത്സവം നടക്കുന്ന പ്രദേശങ്ങളാണ്. മജന്ന, ഉഖാല, ദുൽമജാസ്, ഇതൊക്കെ സൗദി അറേബ്യയിലുള്ള പ്രത്യേകമായ ഉത്സവ കേന്ദ്രങ്ങളായിരുന്നു. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെല്ലും. എന്നിട്ട് ഒറ്റ മുസ്ലിങ്ങളില്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. അമുസ്ലിങ്ങളോടാണ് ദഅവത്ത്, ബിംബാരാധകരോടാണ് ദഅവത്ത്, അമ്പിയാക്കളെ ആരാധിക്കുന്നവരോടാണ് ദഅവത്ത്, ഔലിയാക്കളെ ആരാധിക്കുന്നവരോടാണ് ദഅവത്ത്. അതാ അവിടെ നടന്നിരുന്ന അതാണ്. ആ നാട്ടിലെ മഹാന്മാര് മരിച്ചാല് അവരുടെ ഖബർ കെട്ടിയേർത്തി അവരവരെ ആരാധിച്ചിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. അതൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അപാകതയുണ്ടോ? നമ്മൾ ഓരോരുത്തരും, സുന്നി ആയാലും മുജാഹിദ് ആയാലും എല്ലാവരും എന്ത് മനസ്സിലാക്കണോ? ശരിക്കുള്ള ദീനനുസരിച്ചാലേ എനിക്ക് രക്ഷയുള്ളൂ എന്നുള്ളൊരു പോയിന്റ് അടിയുറച്ചു വിശ്വസിച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അല്ലെങ്കിൽ എന്താണെന്നറിയോ? ഈ ദുനിയാവിലെ വാശി ഇവിടെ ഉണ്ടാവും. അതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിലപ്പോൾ ജയവും പരാജയവും സന്തോഷവും ദുഃഖവും ഒക്കെ നമുക്ക് ഇവിടെ ഉണ്ടാവും. പക്ഷെ അള്ളാന്റെ കോടതി പടച്ചോൻ കണിശമായി വിചാരണ ചെയ്യുന്ന കോടതിയാണ്. അവിടെ ആർക്കും രക്ഷയില്ല. ഇബ്രാഹിം നബി നോക്കി നിൽക്കുകയാണ്. ഇബ്രാഹിം നബിയുടെ ബാപ്പ നരകത്തിലേക്ക് എറിയപ്പെടുക. സഹീഹുൽ ബുഖാരിയിൽ ആ സംഭവം തന്നെ കണ്ണ് കാണുന്നത് പോലെ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മുടെ കണ്ണില് കാണുന്നത് പോലെ അതൊക്കെ അവിടെ വരാൻ പോവുകയാണ്. നൂഹ് നബിയുടെ ഭാര്യ, നൂഹ് നബിയുടെ മകൻ, ലൂത്ത് നബിയുടെ ഭാര്യ, അതുപോലെ പലരും ഫിറൗനെ നരകത്തിലേക്ക്,
ഫിറൗനിന്റെ കൂടെ ശരീരം പങ്കുവെച്ച് ജീവിച്ച് രാജകൊട്ടാരത്തിലെ പ്രഥമ വനിതയായ ആസിയ ബീവി സ്വർഗത്തിലേക്ക്. ഇങ്ങനെ എന്തെന്ത് വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ആ പരലോകത്ത് നടക്കാനിരിക്കുന്നത്. വലക്കത് ജീത്തുമൂന ഫുറാദ കമാ ഖലഖനാകും അവ്വല മറ. നിങ്ങളെ ഉമ്മ നിങ്ങളെ പ്രസവിച്ചില്ലേ? ഹോസ്പിറ്റൽ വരാന്തയിൽ, വീട്ടിൽ, ഹോസ്പിറ്റലുകളൊക്കെ നിങ്ങൾ പ്രസവിച്ചല്ലോ. ഒന്നുമില്ലാത്തവരായിട്ട്, ചേലാകർമ്മം ചെയ്യാത്തവരായിട്ട്, വസ്ത്രം ധരിക്കാത്തവരായിട്ട്, ചെരുപ്പ് ധരിക്കാത്തവരായിട്ട്, അങ്ങനെ അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടും. അല്ലാഹു പറയാണ് 19-ാം അധ്യായം 71-ാമത്തെ വചനം. എല്ലാവരും ആലോചിക്കേണ്ട പോയിന്റാണ്. അവിടെ വരും, നിങ്ങളിൽ എല്ലാവരും അവിടെ വരും. ആ നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ട് നിങ്ങളിൽ ഒരാളും തന്നെയില്ല എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പൊ ഒറ്റയ്ക്ക് റബ്ബിന്റെ കോടതിയിൽ ആരുമില്ലാതെ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംറിഹിം മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നി. ബാപ്പ മകനിൽ നിന്ന് ഓടുകയാണ്, മകൻ ബാപ്പയിൽ നിന്ന് ഓടുകയാണ്. കള്ളം പറയാത്ത നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ നമുക്ക് ഓതി പഠിപ്പിച്ചു തരികയാണ്. ബാപ്പ മകനെ നോക്കൂല, മകൻ ബാപ്പാനെ നോക്കൂല. ഹോസ്പിറ്റലിൽ ബാപ്പാക്ക് വേണ്ടി മാസങ്ങളോളം എല്ലാ ക്ഷീണവും സഹിച്ച് കാത്തുനിന്ന മകൻ മത്സരയില് ബാപ്പാക്ക് കാവലുണ്ടാവൂല. മകന് വേണ്ടി എത്രയോ അധ്വാനിച്ച പിതാവ് മത്സരയിൽ ഉണ്ടാവില്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംറിഹിം മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നി. അന്ന് അവർക്ക് തന്നെ ഒരുപാട് ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും. അവര് തന്നെ ബേജാറില്ല. ഖബർ ഇളക്കി മറിക്കപ്പെട്ട് എല്ലാവരും അല്ലാഹുവിലേക്ക്, ഒരു നാട്ടക്കുറിയിലേക്ക് ഓടുന്ന പോലെ ഓടുകയാണ്. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർകദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ആരാ ഞങ്ങളെ വിളിച്ചുണർത്തിയത്? ഞങ്ങൾ ഉറങ്ങുകയായിരുന്നല്ലോ, ആരാ ഞങ്ങളിപ്പോ വിളിച്ചുണർത്തിയത് എന്ന് പറഞ്ഞ് ഖബറിൽ നിന്ന് ആളുകൾ ഓടുകയാണ്. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർകദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ഞങ്ങൾ ഉറങ്ങുകയായിരുന്നല്ലോ, ആരാ ഞങ്ങളെ വിളിച്ചുണർത്തിയത്? ഇതാണല്ലോ അല്ലാഹുവിന്റെ പ്രവാചകന്മാർ പറഞ്ഞ ആ സത്യവാഗ്ദാനം. ഇതാണല്ലോ മരിച്ച വീട്ടിലോതുന്ന സൂറത്ത് യാസീൻ 36-ാം അധ്യായം 52-ാമത്തെ വചന. വല്ലാഹു അംബതകും മിനൽ അർളി നബാതാ. ഈ ഭൂമിയിൽ നിന്ന് അല്ലാഹു നിങ്ങളെ ഒരു മുളപ്പിച്ചില്ലയോ? അതേ, വല്ലാഹു അംബതകും മിനൽ അർളി നബാതാ സുമ്മ യുഗീദുകും ഫീഹാ വയുഖ്രിജുകും മിഖ്റാജാ. പിന്നെ ആ മണ്ണിലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുന്നതാണ്, അവിടെ നിന്ന് നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതാണ്. ബൽദതൻ മൈതൻ കദാലികൽ ഖുറൂജ്. 71-ാം അധ്യായത്തിലെ 14-15 വാചകം, അതുപോലെ തന്നെ സൂറത്ത് ഖാഫിലെ വചനം. എല്ലാവരും അവിടെ വരും. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ചോ, ഈക്കയും മേപ്പിയും ഏത് സുന്നിയാവട്ടെ, സമസ്ത ഏതും ആവട്ടെ, മുജാഹിദ് ഏതും ആവട്ടെ, എല്ലാവരുടെയും അടിസ്ഥാന ലക്ഷ്യം എന്താണ്? ഫമൻ സുഹ്സിയ അനിന്നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ. ആര് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും ആര് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തുവോ അതാണ് വിജയം. ശരിക്കതാ വിജയം. ദുനിയാവിലെ എന്ത് പത്രാസ് കാണിച്ചിട്ടെന്താ, ഏത് GMC ഇറക്കിയിട്ടെന്താ? 6 അടി മണ്ണ് കൊണ്ടക്കാണല്ലേ തടി, വെള്ളക്കുപ്പായും തലപ്പാവും ഒക്കെ അയപ്പിച്ച GMCയുടെ മണ്ണിലടക്കുക അല്ലല്ലോ. ഈ 6 അടി മണ്ണ് കൊണ്ടുപോയി വെക്കൂലേതൊക്കെ 40 ഇന്നോവയുടെ സാന്നിധ്യം ഉണ്ടാവോ? അകമ്പടി ഉണ്ടാവോ? അല്ലെ 45 സ്വിഫ്റ്റിന്റെ അകമ്പടി ഉണ്ടാവോ? 2 വീലറിന്റെ അകമ്പടി ഉണ്ടാവോ? ആരവുണ്ടാവോ? തക്ബീർ തന്നെ ഉണ്ടാവോ? എല്ലാരും ഈ മണ്ണ് കൊണ്ടുവെക്കൂലേ? ആ ഒരു ബോധം ഉണ്ടാവണം. അഭിനവ കാറൂന്മാർക്കൊക്കെ ആ ഒരു ബോധം എപ്പോഴും നല്ലതാണ്. ദുനിയാവാണ് എല്ലാം ധാരണ. ദുനിയാവിലെ കയ്യടി, ദുനിയാവിലെ തക്ബീർ, ദുനിയാവിലെ സ്ഥാനം, ദുനിയാവിലെ ബഹളം, ദുനിയാവിലെ ഒക്കെ എല്ലാരും എന്താ വിചാരിക്കുക? ശരിക്കും ദുനിയാവ് എന്താ? മാലി വലി ദുനിയായ ഉമർ. റസൂലുള്ളാഹി പറയാണ്, ഉമറേ എനിക്ക് ഈ ദുനിയാവ് എന്താവെന്തോ. ഉസ്താദേ, കേരള യാത്രയ്ക്ക് നമുക്ക് GMC-നെ കൊണ്ടുവരി. എല്ലാ സൗഭാഗ്യം ഞാൻ ദുനിയാവിനെ ആസ്വദിക്കും. കൊണ്ടുവരി. എല്ലാ സൗഭാഗ്യം എനിക്ക് ദുനിയാവിലുള്ളതാണ്. അപ്പൊ കൊണ്ടുവരി. ദുനിയാവ് നേരെ മറിച്ച് ആഖിറത്ത് പ്രാധാന്യം കൽപ്പിക്കുന്നവരെങ്ങനെ? റസൂലുള്ളാഹിനോട് ചോദിച്ചല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് റസൂലുള്ളാഹിന്റെ പുറത്ത് ഈത്തപ്പനത്തടുക്കിന്റെ ചാല് വീണപ്പോ റസൂലുള്ളാഹിനോട് ചോദിച്ചു, നബിയെ
കിസ്ര കൈസർ ചക്രവർത്തിമാർ സുഖലോലുപതയിൽ കഴിയുമ്പോൾ റസൂലെ ഞങ്ങൾ നല്ലൊരു കിടക്കുണ്ടാക്കി തരട്ടെ. ആ സമയത്ത് റസൂൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്, മാലി വലിദുനിയായ ഉമർ, ഉമർ ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്ത് ബന്ധമാണ് പറയേ, ഇതല്ലാത്ത മറ്റൊരു ലോകം എന്ന്. ആ ഒരു ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. എനിക്കുണ്ടാവണം, നിങ്ങൾക്കുണ്ടാവണം, നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാവണം. പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയ ഓരോ കാര്യങ്ങളിലും ഞാൻ എന്റെ റബ്ബിനെ കണ്ടുമുട്ടേണ്ടവനാണ്, എന്റെ റബ്ബ് എന്നെ വിചാരണ ചെയ്യും, എന്റെ വിശ്വാസത്തിൽ അപാകത വന്നാൽ തീർച്ചയായും ഞാൻ പടച്ചോന്റെ അടുത്ത് മറുപടി പറയേണ്ടി വരും. ഞാൻ മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക, എന്റെ കൂടെ കൂടാൻ ആരുണ്ടാവില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിവസത്തെ നിങ്ങൾ ശരിക്കും ഭയപ്പെടണം, അന്ന് നിങ്ങളെ കർമ്മങ്ങളൊക്കെ അവിടെ വിചാരണ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അപ്പൊ ഇത് എല്ലാവർക്കും നല്ലൊരു ഓർമ്മ ഉണ്ടാകല് നല്ലതാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയുന്ന ഓരോ കാര്യങ്ങൾ, ചില കാര്യങ്ങൾ വളരെ വ്യക്തമായ ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വരുമ്പോ പ്രവാചകൻ ശരിക്ക് ചെയ്ത ദൗത്യം എന്താ? എല്ലാ മുസ്ലിങ്ങളും ഇത് ആരോടും നിങ്ങൾ മനസ്സ് പങ്കുവെക്കൊന്നും വേണ്ട. മുജാഹിദുകൾ പറഞ്ഞത് ശരിയാണെന്നൊന്നും നിങ്ങൾ ആരോടും പറയണ്ട. നിങ്ങൾക്കത് ബോധ്യപ്പെട്ട നിങ്ങളെ മനസ്സിലിട്ടിട്ട് സത്യതാണെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ജീവിച്ചാൽ മതി. മെമ്പർഷിപ്പ് പോലും എടുക്കാൻ നിങ്ങളോട് ഞങ്ങൾ പറയില്ല, മറിച്ച് നമ്മളിതൊരു ഗൗരവമായിട്ട് ആലോചിക്കാൻ. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്നപ്പോ നബി അവിടെ ജനങ്ങൾക്ക് ബുർദ ഓതി കൊടുത്തതല്ല, അവരെ നന്നാക്കിയത് അങ്ങനെയല്ല. ബുർദ എന്ന് പറഞ്ഞാൽ ബുർദ പിന്നെ ഉണ്ടായതാണ്. അപ്പൊ നബി അന്ന് ഓതുവോ എന്ന് നിങ്ങൾ ചോദിക്കും. ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഏതെങ്കിലും ഒരു കവിയുടെ കാവ്യവുമായി നടക്കില്ല റസൂൽ മുസ്ലിം സമുദായത്തിൽ. ഉമർ ഖൈസ് ഒരുപാട് കവികൾ ഉണ്ടായിരുന്നില്ല ആ കാലത്ത്. പക്ഷെ അവരാരുടെയും മഹത്വത്തിന്റെയോ മാനദണ്ഡത്തിന്റെയോ കവിതകളുമായി നടക്കില്ല. മാത്രമല്ല റസൂലുള്ളാഹിനെ വിമർശിക്കാൻ നബി ഒരു കവിയല്ല, നബി ഒരു കവിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ പരിചയപ്പെടുത്തിയാൽ അള്ളാഹുവിന്റെ എല്ലാവരും അംഗീകരിച്ച ഒരു പോയിന്റ് ആണല്ലോ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പോലും ഒരു മുസ്ലിം അല്ലല്ലോ, ഈശ്വര വിശ്വാസി പോലും ആയിരുന്നില്ല പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. യഥാർത്ഥത്തിൽ അതാണ്, സൂക്ഷ്മ പരിശോധിച്ചാൽ കാണാം, ഈശ്വര വിശ്വാസി പോലും ആയിരുന്നില്ല. ആ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറയാണ്, സൗദി അറേബ്യ ചരിത്രത്തിൽ ഒന്നും ആയിരുന്നില്ല. പിന്നെ എങ്ങനെ സൗദി അറേബ്യക്ക് മാറ്റം ഉണ്ടായത്? ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സംസ്കാരമുള്ള ഒരു ജനതയാക്കി അള്ളാഹുവിന്റെ റസൂൽ അവരെ മാറ്റി എന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയുടെ 1ാം വോള്യത്തിൽ 195 മുതൽ 206 വരെയുള്ള പേജുകളിൽ പറയണം. അതിന് അദ്ദേഹം പറഞ്ഞ 2 കാരണം. ഒന്ന്, വിശുദ്ധ ഖുർആൻ ശരിക്ക് പഠിപ്പിച്ചു കൊടുത്ത് അതിനനുസരിച്ച് മാതൃക കാണിച്ചിട്ടാണ് ആ ജനത മാറിയത്. ഇപ്പൊ ഖുർആനിലെ പല ആയത്തുകളിൽ നിങ്ങൾക്ക് കാണാം, വൈൻ കാനോ മിൻ ഖബലി ലഫീ ളലാലിൻ മുബീൻ. ഒന്ന് ആലോചിച്ചു നോക്ക് യുവാക്കളെ, ഈ മരവട്ടം ജംഗ്ഷനിലുള്ള മുജാഹിദുകളൊന്നും നിങ്ങൾ അംഗീകരിക്കണ്ട, പക്ഷേ അള്ളാന്റെ ഖുർആൻ ഒരു ചെവി കൊടുത്തൂടെ നമുക്ക്? നമ്മുടെ കയ്യിലുള്ള ഖുർആൻ നിങ്ങളുടെ കയ്യിലുള്ള, ഞങ്ങളുടെ കയ്യിലുള്ള ഖുർആൻ വേറെയാന്നൊക്കെ ദുർവ്യാഖ്യാനിക്കാറുണ്ട് ആളുകൾ. മുജാഹിദുകളുടെ കയ്യിലെ ഖുർആൻ വേറെയാണ്. പേരോട് ആ പൂനൂരിനടുത്ത് കോളിക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ മുജാഹിദുകൾക്ക് ഒരു പള്ളി വരുന്നതിന് മുമ്പ് ആ പള്ളിയിലേക്ക് പോകരുത് എന്ന് പറഞ്ഞ് വിലക്കി നടത്തിയ പ്രസംഗത്തിൽ അയാൾ പറഞ്ഞ കാര്യം, ഇവർക്ക് അല്ലല്ല, ഇവർക്ക് നബിയില്ല. എന്തിന്? ഇവരുടെ ഖുർആൻ പോലും നമ്മുടെ കയ്യിലുള്ള ഖുർആൻ അല്ല ജനങ്ങളെ. അങ്ങനെ വരെ പറഞ്ഞിട്ടുള്ള കൗമാണ് ഈ കൗം. നിങ്ങളുടെ കയ്യിലെ ഖുർആൻ ഞങ്ങളുടെ കയ്യില് വേണ്ട. ഇന്ന് സുന്നികൾ എന്ന് പറയുന്ന EKP സുന്നികൾ എന്ന് പറയുന്ന നിങ്ങളുടെ കയ്യിലൊരു ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആനിൽ ഞാൻ അധ്യായ നമ്പറും വചന നമ്പറും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളെ ഖുർആൻ എടുത്ത് വെച്ച് നോക്കിയിട്ടെങ്കിലും ഒന്ന് നന്നാകാൻ ശ്രമിച്ചു നോക്കി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്തെന്നറിയോ? വൈൻ കാനോ മിൻ ഖബലി ലഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിലായിരുന്നു ആ ജനത. ആ ജനത മിൻ ഖബലു, ഇതിനു മുമ്പ്. ഏതിനു മുമ്പ്? ഒരായത്തിന്റെ അവസാന ഭാഗം ഞാൻ ഓതിക്കേൾപ്പിച്ച്. എന്തിനാ അവസാന ഭാഗം ഓതിക്കേൾപ്പിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാകാനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് ആ ജനത വ്യക്തമായ വഴികേടിലായിരുന്നു. ഇതാരാ പറയുന്നത്? അല്ല പറയാം. അള്ളാന്റെ ഗ്രന്ഥത്തിൽ എവിടെ? 3-ാം അധ്യായം സൂറത്തു ആൽ ഇംറാൻ 164-ാമത്തെ വചനം, 62-ാം അധ്യായം സൂറത്തു സഫ് 2-ാമത്തെ വചനം. തീർന്നില്ല. എങ്ങനെ ആ സമൂഹം നന്നാകണം അത് പറയണം. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന പോലും എന്താണ്? റബ്ബന വബഅസ ഫീഹിം റസൂല. അല്ലാഹ് ഈ മക്കക്കാർക്ക് വേണ്ടി ഒരു നബിയെ നീ നിയോഗിച്ചു കൊടുക്കണം ഈ നാട്ടുകാർക്ക് വേണ്ടി. ആ നബിയുടെ ദൗത്യം എന്തായിരിക്കണം? വയുസക്കീഹിം,
ആ നബി അവരെ സംസ്കരിക്കണം. നോക്കേ, ആ നബി അവർക്ക് ഏറ്റവും നല്ല സംസ്കാരം ഉണ്ടാക്കി കൊടുക്കണം. ആ സംസ്കാരം അവർക്ക് എങ്ങനെ ഉണ്ടാവുക? അതിന് നബി ഉപയോഗിച്ച ആയുധം എന്താകണം? യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. കണ്ടോ ആ ആയത്തിന്റെ ഒരു പൊരുൾ കണ്ടോ? എങ്ങനെയാ അവരെ നന്നായത്? നബി അവരെ ഏറ്റവും നല്ല മനുഷ്യന്മാരാക്കി എന്നുള്ളതില് മുസ്ലിങ്ങൾക്ക് ആർക്കും ഒരു അഭിപ്രായമില്ല, ആ മുസ്ലിങ്ങൾക്കും ഇല്ല. അത് നബീന്റെ വചനായിരുന്നു, ഖുർആൻ ദൈവികമല്ല, അത് പ്രവാചകന്റെ കഴിവാണ് എന്നേ നിരീശ്വരവാദികളും ഭൗതികവാദികളും ഇതര മതവിശ്വാസികളും ഒക്കെ വിശ്വസിക്കുന്ന കാര്യം. എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണോ? അങ്ങനെയല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതിയെടുത്ത് കൊടുത്തു, നിരന്തരമായ ഖുർആനോത്ത്. അതാണ് നബി അങ്ങാടിയിലെ ജനങ്ങളെ എങ്ങനെ നന്നാക്കിയത്? യത്ലു അലൈഹിം ആയാതിഹി, അള്ളാന്റെ ആയത്തുകൾ അവർക്ക് ഓതി കേൾപ്പിച്ചു. അതെ, വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ഖുർആനും സുന്നത്തും പഠിപ്പിച്ചു കൊടുത്തു. നിരന്തരമായ പഠിപ്പിക്കൽ. ഖുർആൻ ഓതി ഇങ്ങനെ കേൾപ്പിച്ചപ്പോ അവരെ കണ്ണു നിറഞ്ഞു. നിങ്ങൾക്കറിയാലോ, പല സ്വഹാബിമാരും കരഞ്ഞു. അബൂജഹൽ ഏറ്റവും വലിയ ശത്രുവായിരുന്നില്ലേ ഖുർആന്റെ? നമ്മൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണ്ടേ. ഈ അബൂജഹൽ പോലും അബൂ സുഫിയാനോട് പറയാ, നമ്മൾ ഖുർആൻ കേൾക്കരുത്, നമ്മളായിട്ട് അനുയായികൾക്ക് ഒരു മാതൃക കാണിച്ചു കൊടുക്കരുത്. അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കാം, മുഹമ്മദ് ഖുർആൻ ഓതുമ്പോ കേൾക്കൂല. സത്യത്തിൽ എന്താ ഉണ്ടായെന്നറിയോ? തീരുമാനം എടുത്തു എന്നല്ലാതെ അന്ന് രാത്രിയായപ്പോ അബൂജഹലിന്റെ കാലിങ്ങനെ തരിക്കുക, അതൊന്ന് കേൾക്കണം. എന്നിട്ട് അബൂജഹൽ ഈ ഇരുട്ടത്ത് ലോകത്താരും കാണാതെ മെല്ലെ മെല്ലെ റസൂലുള്ളാഹിന്റെ വീടിന്റെ അടുത്ത് പതുങ്ങി പിന്നിൽ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരുന്ന് പതുങ്ങി ചെന്നപ്പോ ഒറ്റ മുട്ടല്. നോക്കുമ്പോ അബൂ സുഫിയാൻ രണ്ടാള് വെച്ചിരിക്കണ്. ഇങ്ങനെ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ അബൂജഹലും രണ്ടാം ശത്രുവായ അബൂ സുഫിയാനും പിന്നെ റളിയല്ലാഹു അൻഹു, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവാണ്, നമുക്കറിയാലോ. ഇവർ രണ്ടുപേരും പലതവണ തീരുമാനിക്കുകയാണ്, എന്നാ ഇനി നാളെ എന്തായാലും കേൾക്കരുത്. എന്നിട്ടും കേൾക്കുകയാണ്. ഇപ്പൊ മുജാഹിദുകളുടെ പ്രസംഗം ഒരു നാട്ടിലെടുക്കുകയാണ്, ഉസ്താദുമാർക്ക് അപ്പം വയറ്റുന്നു. അപ്പൊ എന്താ വേറൊന്നുമില്ല, ഒരു പ്രസംഗം ഒരാൾ നടത്തിയണ്ടല്ലോ, ഉസ്താദിന് പിന്നെ നിക്കക്കള്ളി ഉണ്ടാവില്ല. അതെന്തുകൊണ്ട്? ഞങ്ങളുടെ കയ്യിലെ 2 ആയുധങ്ങൾ വല്ലാതെ പേടിക്കുന്നു, ഭയങ്കരമായി പേടിക്കുന്നു. ആയത്ത് നമ്പറും വചന നമ്പറും ഒക്കെ പറയുന്നതിൽ നിങ്ങൾ പേടിക്കുക. മുജാഹിദുകൾ കാരണം അറിയോ? എന്നോടിപ്പോ ഒരുപാട് ആളുകൾ പറയാറുണ്ട്. ഇപ്പൊ സൗദിയിൽ നിന്ന് അടുത്ത് വിളിച്ചിട്ട് AP സുന്നിയായിരുന്ന ഒരാള് മുജാഹിദായിട്ട് അയാൾ പറയാണ്, ബാലുശ്ശേരി ഒരിക്കലും നിങ്ങൾ ഖുർആൻ ആയത്ത് പറയുന്നതും അധ്യായ നമ്പർ പറയുന്നതും മരിക്കണ വരെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. ആ നമ്പർ പറച്ചിലാണ് എനിക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കിട്ടി, എനിക്ക് ഹിദായത്ത് കിട്ടി, അല്ലെ ഞാൻ ശിർക്കിലായി മരിച്ചു പോയിരുന്നു. കാരണം നിങ്ങൾ എന്നെ പറയുന്നുണ്ട്, ഓതുന്ന ആയത്ത് സുന്നി പരിഭാഷ നോക്കിക്കോളി, ഞങ്ങളത് നോക്കണ്ട നിങ്ങൾ പറഞ്ഞല്ലോ. അങ്ങനെ നോക്കിയിട്ട് ഞാൻ മുജാഹിദായതാണ്. സുന്നി പരിഭാഷയെ ഞാൻ നോക്കല്, അധ്യായ നമ്പറും നിങ്ങളിത് നോക്കും, വചന നമ്പറും നിങ്ങൾ പറയുന്നത് നോക്കും. ആയത്തും വചനവും അർത്ഥമൊക്കെ ഞാൻ സുന്നിയുടെ പരിഭാഷ എന്നാ നോക്കി, എന്നിട്ട് വരെ ഞാൻ മുജാഹിദായി. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട്, എന്നെ പോലെ ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് നിങ്ങളത് പറഞ്ഞു കൊടുക്കണം. ഞാൻ എന്ത് പറയുന്നത്, മുജാഹിദുകൾ ഇഷ്ടം. ഇപ്പൊ ഞാൻ തന്നെ ഇവിടെ പ്രസംഗം തുടങ്ങി കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരുപാട് ആയത്തുകൾ ഓതി, എല്ലാ ആയത്തുകളും പറഞ്ഞു. അതിലെ സൂറത്ത് അബസയിലെ 34 മുതൽ 37 വരെയുള്ള വചനാണ് യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി എന്ന് തുടങ്ങുന്ന വചനം. അത് മാത്രമേ പറയാതിരുന്നു, അതിപ്പോ ഞാൻ ഇവിടെ പൂർത്തിയാക്കി. ഒരുപാട് ആയത്തുകളെ നിങ്ങൾക്ക് ബോധിച്ചത്. മുജാഹിദുകൾ നിരന്തരമായ ആയത്തോതുന്നത് എന്തുകൊണ്ട്? ഖവാരിജികളുടെ പണി അതിന് വരെ അംസഖോയ ബാക്കവി എനിക്ക് മറുപടി അറിഞ്ഞപ്പോ ഒരിക്കലും പറയുന്നു. ഞാനിങ്ങനെ വിശുദ്ധ ഖുർആൻ ആയത്തുകൾ ഇങ്ങനെ നിരന്തരമായി ഓതി പ്രസംഗിച്ചപ്പോ അംസബാക്കവിക്ക് പിന്നെ മറുപടിയില്ല. അയാൾ കുഴങ്ങി. പിന്നെ അയാൾ പറയാണ്, വിരോധം അത് ഖവാരിജികൾ ഓതിയിരുന്ന, ഖവാരിജികളാണ് ഏറ്റവും കൂടുതൽ ആയത്തോതുക, ഇവര് ഖവാരിജികളുടെ അനുയായികളാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, കാന്തപുരം ഒരുപാട് ഹിഫ്ള് കോഴ്സ് നടത്തുന്നുണ്ടല്ലോ, അവിടൊക്കെ കുട്ടികളെ കൊണ്ട് നിരന്തരമായി ഓദിക്കുന്ന ഖുർആനാ, അപ്പൊ അത് ഖവാരിജ് കുട്ടികളാ എന്ന് ചോദിച്ചപ്പോ അതിന് അംസക്കോയ മിണ്ടിയില്ല. നാട്ടുകാർക്ക് മനസ്സിലായി. നാട്ടുകാരിപ്പം വളരെ ഫോർവേഡാണ് ആണല്ലോ. ജനങ്ങളൊക്കെ ഒരുപാട് ഉത്ബുദ്ധരാണ്. ചില കാര്യങ്ങൾ നമുക്ക് വേണ്ടി, നമ്മുടെ ആഖിറത്തിന് വേണ്ടി നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂലുള്ളാഹ് എന്താ ചെയ്ത്? ഒരു ഉദാഹരണം പറഞ്ഞോട്ടെ നിങ്ങൾക്ക്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവൊന്നുമല്ലല്ലോ. ഈ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ദുർബലനായ ഒരു മനുഷ്യനായിരുന്നു, ശാരീരികമായി വിശ്വാസപരമായി അപാരമായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് സൂറത്ത് റഹ്മാൻ ഇറങ്ങിയപ്പോ ഭയങ്കര ആഗ്രഹം, ഉത്കടമായ ആഗ്രഹം, മക്കയിലെ ബിംബാരാധകർക്ക്
മനസ്സിലായോ? ബൗദ്ധൈവ വിശ്വാസികൾക്ക്, അമുസ്ലിങ്ങൾക്ക് സൂറത്ത് റഹ്മാൻ ഓതിക്കൊടുക്കണം. അങ്ങനെ അദ്ദേഹം കാബത്തിന്റെ പരിസരത്ത് അബൂജഹലും കൂട്ടരൊക്കെ ഇരിക്കുന്നിടത്ത് ഇതങ്ങോട്ട് ഓതി സൂറത്ത് റഹ്മാൻ. 31 തവണയാ ഒരധ്യായത്തിൽ ഒരേ ആയത്ത് ആവർത്തിക്കുന്നത് അല്ലേ? ഓതിയിട്ട് സൂറത്ത് റഹ്മാൻ 55-ാം അധ്യായം അത് പാതി ഇങ്ങോട്ട് ആയപ്പോഴേക്ക് തന്നെ ആളുകൾ മാറുന്നുള്ളൊരു ഘട്ടം വന്നപ്പോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെ അടിച്ചു കളഞ്ഞു, തല്ലിക്കളഞ്ഞു. അടിച്ചിട്ട് ചുണ്ടൊക്കെ പൊട്ടി ചോരയൊക്കെ ഒലിപ്പിച്ച് അദ്ദേഹം തിരിച്ചു വരികയാണ്. അപ്പൊ സ്വഹാബിയോട് ചോദിച്ചു, അബ്ദുല്ലാ വളരെ ദുർബലന, കാലൊക്കെ മെലിഞ്ഞൊരു മനുഷ്യനായിരുന്നു ഈ സ്വഹാബി, മനസ്സിലായോ? നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞില്ലേ വേണ്ടാ പണിക്ക് പോണ്ടാന്ന്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയാണ്, എനിക്ക് അടി കിട്ടിയതിനേക്കാൾ വലിയ വേദന നിങ്ങൾ എന്നെ നിരുത്സാഹപ്പെടുത്തുന്നു എന്നുള്ളതാണ്. മനസ്സിലായോ? എനിക്ക് അടി കിട്ടിയതിനേക്കാൾ വലിയ വേദന. എന്നിട്ട് ബാക്കി അതേ ഓതിക്കൊടുക്കുകയാണ്. അപ്പൊ സ്വഹാബികളൊക്കെ ഖുർആൻ നിരന്തരമായി ഓതിക്കൊടുക്കുകയാണ്. ഏറ്റവും രസകരമായ സംഗതി എന്താ അറിയ നിങ്ങള്? 114 അധ്യായല്ലേ ഖുർആനിലുള്ളത്? അതിലെ 91 അധ്യായവും റസൂല് മക്കയിലെ മുഴുവൻ ആളുകൾക്ക് ഓതിക്കൊടുത്തു. അതാ പോയിന്റ്, മുഴുവൻ ആളുകൾക്ക് ഓതിക്കൊടുത്തു. ഏതെങ്കിലും ഒരാൾ നബിയിൽ നിന്ന് ഖുർആൻ കേൾക്കാതില്ല. മക്കയിലെ എല്ലാ വകുപ്പിൽപ്പെട്ടവരും റസൂലുള്ളാഹി ഓതിക്കൊടുക്കണം. കാരണം ഇത് അള്ളാന്റെ കലാമാണ്. യാ അയ്യുഹന്നാസു ഖദ് ജാഅതുകും മൗഇലത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫി സുദൂർ എന്ന് പറഞ്ഞ് 10-ാം അധ്യായം 57. ഇത് ജനങ്ങൾക്ക് മുഴുവനുള്ള അള്ളാന്റെ ഉപദേശമാണ്. ഉപദേശം മനുഷ്യന് മനസ്സിലാകണ്ടേ? ഖുർആൻ മുഴുവനും ഉപദേശമാണ് എന്നല്ല പറയാ. എങ്കിൽ ആ ഉപദേശം മനുഷ്യർക്ക് മനസ്സിലാവണ്ടേ? നിങ്ങൾ നാട്ടുകാർ പറയും, ഒരു ഇംഗ്ലീഷ് അധ്യാപകൻ കുട്ടിക്ക് എടുത്തു കൊടുക്കണേ, കുട്ടിക്ക് മനസ്സിലാവണ്ടേ? കൂട്ടരെ മനസ്സിലാവണം എന്നുള്ളത് നമ്മളൊക്കെ അംഗീകരിക്കണില്ലേ? അപ്പോ ലോകത്തിന് മാർഗദർശനമായി അള്ളാഹ് അവതരിപ്പിച്ച ഗ്രന്ഥാണ് ഖുർആൻ. അപ്പൊ ജനങ്ങൾക്കത് കിട്ടണം എന്ന് മുജാഹിദുകൾ ആഗ്രഹിക്കുന്നു. റസൂലുള്ളാഹി അങ്ങനെയാ ചെയ്ത്, യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ഖുർആൻ ഓതി അങ്ങോട്ട് കൊടുത്ത്. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്, മുജാഹിദ് പ്രസ്ഥാനത്തെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിമർശിക്കണല്ലോ. ഇവരുടെ ഏറ്റവും വലിയ ഷെയ്ഖ് കാന്തപുരം അയാൾ പറയാണ്, ഇവരിങ്ങനെ ഖുർആൻ ഓതും. ആര്? മുജാഹിദുകള്. ഇഷ്ടം പോലെ 2 മണിക്കൂറിൽ 100 കണക്കിനായത് അംഗീകാരാണ്. കാരണം എന്താ അറിയോ? എന്തിലേക്കാ ജനങ്ങളെ ക്ഷണിക്കേണ്ടത്? ഖുർആനിലേക്കും സുന്നത്തിലേക്കും. കാന്തപുരം പറയണെന്ന്, മുജാഹിദുകൾ 2 മണിക്കൂർ കിട്ടിയ 100 കണക്കിനായ തോന്നുന്നു. വേറൊരാളല്ല. ഇനി അതിനേക്കാൾ വലിയൊരു പടച്ചോയെ AP സുന്നക്ക് വേറില്ല. അതിന്റെ താഴെയാണ് അള്ളാഹ്, അതിന്റെ താഴെയാണ് ജിബ്രീൽ, അതിന്റെയും താഴെയാണ് മുഹമ്മദ് നബി. സത്യം AP സുന്നികളെ സംബന്ധിച്ചിടത്തോളം അള്ളയും റസൂലും ഒക്കെ എഴുതിയതാ. കാന്തപുരം റസൂലാന്ന് വരെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, അത്ര വരെ ഈ കൗമെത്തിയിട്ടുണ്ട്. അവിടെ നിങ്ങളെല്ലാം മനസ്സിലാക്കുക, മുജാഹിദ് പ്രസ്ഥാനം 100 കണക്കിന് ആയത്തോതുന്നു. മനസ്സിലായോ? എന്നിട്ട് അതിന്റെ അധ്യായ നമ്പറും വചന നമ്പറും ഒക്കെ പറയും. നമ്മളോ സുന്നികളോ നമ്മൾ 2 മണിക്കൂർ പ്രസംഗിച്ചാൽ 1-2 ആയത്ത്, ബാക്കിയൊക്കെ ഇമാമിങ്ങളുടെ കൗല്, ചരിത്രം, അതിന്റെ അങ്ങക്കുള്ള ദുരന്തവും. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും എന്താ ചെയ്തത്? ഖുർആൻ ഓതിക്കൊടുത്ത് നന്നാക്കി ജനങ്ങളെ, അല്ലേ? മാത്രമല്ല അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട് കേട്ടോ, ഒരു യഥാർത്ഥ വിശ്വാസിക്ക് 3 ഗുണം ഉണ്ടാവുന്ന 3 ഗുണം. ഒന്ന്, അള്ളാഹുവിനെ പറ്റി പ്രസ്താവിക്കപ്പെട്ടാൽ വജിലത്തു ഖുലൂബുഹും, അവന്റെ ഹൃദയം പേടിച്ചു നടുങ്ങും. രണ്ടാമതോ, വൈദാ തുലിയത്ത് അലൈഹിം ആയാത്തുഹു സാദത്തുഹും ഈമാന, ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ ഈമാൻ കൂടും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈമാൻ കുറയാണോ വേണ്ടത്, കൂടുകയാണോ വേണ്ടത്? ഈമാൻ കൂടല്ലേ വേണ്ടത്? അള്ളാഹ് പറയാണ്, ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ ഈമാൻ കൂടും. അതുകൊണ്ട് മുജാഹിദുകൾ എന്ത് ചെയ്യും? 2 മണിക്കൂർ കൊണ്ട് അവന് നല്ല ഈമാൻ ഉണ്ടാക്കാൻ മാക്സിമം ആയത്തോതും. ഇയാള് പറഞ്ഞതോ 2 മണിക്കൂറിൽ 1-2 ആയത്ത്. അതുകൊണ്ടല്ലേ AP സുന്നക്ക് ഈമാൻ ഇല്ലാതായി പോയത്. AP സുന്നയുടെ കൂട്ടത്തിലും EK സുന്നയുടെ കൂട്ടത്തിലും ഒക്കെ ഈ ദുരന്തം വന്നത് എന്തുകൊണ്ടാണ്? ഖുർആൻ ഓതാത്തോണ്ടാണ്, ഖുർആൻ പഠിപ്പിക്കാത്തോണ്ടാണ്. മുജാഹിദുകൾക്ക് ഖുർആൻ തിരിയുന്നത് എന്തുകൊണ്ടാണ്? ഇത് നിരന്തരമായി ഓതി കൊടുക്കുന്നുകൊണ്ടാണ്. ഈ വസ്തുത ഖുർആൻ അംഗീകരിക്കാൻ 8-ാം അധ്യായം 2-ാമത്തെ വചനം. ഇനി കാന്തപുരം ഇതിനെപ്പറ്റി പറയുന്ന രംഗം നിങ്ങളൊന്ന് കേട്ടു നോക്കി, നിങ്ങൾ കാര്യങ്ങളൊന്ന് വിലയിരുത്തി. ഇവരിങ്ങനെ ആയത്തോതും ധാരാളം. എന്നിട്ട് വേണമെങ്കിൽ ആയത്തിന്റെ നമ്പറും പേജും ഒക്കെ ആയിട്ട് പറയും. 38-48 എന്ന് വന്നിരിങ്ങനെ എല്ലാ ആയത്തിന് പേര് തെറ്റിപ്പോണ്ടാന്ന് പേരും. സുന്നികൾ 2 മണിക്കൂർ അത് പറഞ്ഞാൽ ആകെ 1 ആയത്തോ 2 ആയത്തോ ഒക്കെ ആവുക. ബാക്കി ഇമാമിങ്ങളെ കൗലും ഇമാമിങ്ങൾ പറഞ്ഞ ഉദ്ധരണികളും സ്വാലിഹ്യങ്ങൾ പറഞ്ഞ ചരിത്രങ്ങളൊക്കെ ആയിരിക്കും സുന്നികളെ വായനയിലുണ്ടാകുക. മറ്റത് ആയത്തിങ്ങനെ തുരുതുരുതുറേ ഓതും.
ഒന്ന് എല്ലാരും കേട്ടിട്ടൊന്ന് വിലയിരുത്തി നോക്കി. എന്തൊക്കെ കാര്യങ്ങൾ അപ്പൊ പറഞ്ഞ്. ഒന്ന്, ഇവരിങ്ങനെ ധാരാളം ഖുർആൻ ഓതും. എന്നിട്ട് കൃത്യമായി ഖുർആനിന്റെ അധ്യായ നമ്പർ പറയും. എന്നിട്ട് മൂപ്പര് പറയണത് സൂറത്ത് ഇഖ്ലാസിലെ ഖുൽ ഹുവല്ലാഹു അഹദ് അതറിയാത്ത ഏതെങ്കിലും കുട്ടികൾ നമ്മുടെ സദസ്സിൽ എന്നിട്ട് പറയാം 38-48. ഖുർആനിലെ സൂറത്ത് ഇഖ്ലാസ് 112-ാമത്തെ അധ്യായം എന്നറിയാത്ത ലോക്കൽ മക്കൾ ഉണ്ടാകും ദുനിയാവിൽ. ഇവരെ ഏറ്റവും വലിയ ലീഡർ വിജ്ഞാനം അത് ഏത് ഖുൽ ഹുവല്ലാഹു അഹദ് 38-48 അത്രേ. 112-ാമത്തെ അധ്യായത്തിലെ വചനം അതുപോലെ അറിയില്ല. ഒരു മുജാഹിദ് 38-48 ഖുൽ ഹുവല്ലാഹു അഹദ് പറഞ്ഞിട്ടില്ല. നൊണ, പച്ച നൊണ. പിന്നെ നൊണയായിരിക്കില്ല, മൂപ്പർക്ക് അറിഞ്ഞൂടാ. കാരണം മൂപ്പര് ഇത് കണ്ടിട്ടില്ല. ഇത് ലോക മുസ്ലിമിങ്ങൾക്ക് അള്ളാഹു അവതരിപ്പിച്ച സാധനമില്ല. ഖുർആൻ, വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് പരിശോധിച്ചാൽ എന്റെ നാട്ടുകാരനാ, എനിക്കറിയാം. അപ്പൊ എല്ലാരും മനസ്സിലാക്കി, മൂപ്പർക്ക് അറിയില്ല. ഇനി രണ്ടാമത് പറഞ്ഞതോ, മുജാഹിദുകൾ ഖുർആൻ ഇങ്ങനെ ഓതും. ഞമ്മളോ സുന്നികളോ, മൂപ്പര് പറയാ സുന്നികളോ ഇമാമുമാരുടെ കൗല്. ഇനി നിങ്ങൾ ആലോചിച്ച അള്ളാന്റെ ഖുർആനേക്കാൾ വലുതല്ലേ സുന്നിക്ക് ഇമാമുമാരുടെ കൗല്? അതുകൊണ്ടല്ലേ പേച്ചത്. മുജാഹിദക്ക് ഖുർആൻ പ്രധാനമായി, അതുകൊണ്ടൊരു പേച്ചില്ല. കാരണം ഖുർആൻ അള്ളാഹുവിന്റേതാണ്. അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നിൽ നിന്നുള്ള മാർഗദർശനം അത് വന്നു കിട്ടിയാൽ സൂറത്ത് മാഇദ 5-ാം അധ്യായം 44-46 വചനങ്ങൾ. അല്ലാഹ് ഖുർആനിലെ 2-ാം അധ്യായം 38 പറയുന്നത്, എന്നിൽ നിന്നുള്ള മാർഗദർശനങ്ങൾക്ക് കിട്ടും, അത് നിങ്ങൾ പിൻപറ്റി ജീവിച്ചോളീ. അത് ഖുർആനാണ്. അള്ളാന്റെ കലാമിനല്ലേ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത്. സുന്നികളോ, കാന്തപുരം പറയാ, സുന്നികളോ ഇമാമുമാരുടെ കൗല്, സ്വാലിഹുകളുടെ കൗല് അള്ളാഹിനേക്കാൾ വലുതാ ഇമാമുമാര്? അള്ളാന്റെ വചനതകൾ വലുതാണോ? റസൂലുള്ളാഹിന്റെ വചനതകൾ വലുതാണോ? ഇമാമുമാരുടെ കൗല് അതാ നിങ്ങൾക്ക് സംഭവിച്ച ദുരന്തോ? ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോ നിങ്ങൾ എന്താ പറഞ്ഞത്? ഇമാമുമാരെ തള്ളിക്കളഞ്ഞവരാ ഞങ്ങള്. ആണോ? നിങ്ങളല്ലേ ഇവിടെ പറഞ്ഞത്? ഖുർആനും സുന്നത്തും ഓതുന്ന മുജാഹിദുകളെ വിമർശിച്ചുകൊണ്ട് എന്താ നിങ്ങൾ പറഞ്ഞത്? എന്നിട്ട് നടത്തല്ലേ കേരള യാത്ര? എന്തിന് പ്രതാപം കാണിക്കാൻ, പണം ഉണ്ടാക്കാൻ, ജീവിക്കാൻ. ഇന്ന് ലോകത്തെല്ലാ ബിസിനസ്സും പൊട്ടുകൾ. എല്ലാവർക്കും സാമ്പത്തിക ദാരിദ്ര്യ. ഉസ്താദിനില്ല. ഉസ്താദിന് കോടികൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഉസ്താദിന് ഒരിക്കലും വെച്ചടി കേട്ട ദുനിയാവില്, ആഖിറത്തിലല്ലോ അതിന്റെ ഇങ്ങനെ പദവി കുറഞ്ഞു വരും. മനസ്സിലായോ? ദുനിയാവില് പദവി കൂടും. പക്ഷേ ഒന്നറിയുക, പാവപ്പെട്ട മനുഷ്യരെ വഞ്ചിച്ചും ചതിച്ചും ജീവിക്കാണ്. അവിടെ പറയുന്നത് ഇമാമുമാരുടെ, നിങ്ങൾ കേട്ടതാണല്ലോ, സാക്ഷാൽ കാന്തപുരാണല്ലോ പറഞ്ഞത്, ഖുർആൻ ഓതുക. എന്നിട്ട് മാത്രമല്ല സുന്നികളോ 2 മണിക്കൂർ പ്രസംഗിച്ചാൽ ഏറിയ 1-2, മനസ്സിലായി, 1-2. അപ്പൊ മുജാഹിദുകളുടെ ആരോപണം വ്യക്തമാണല്ലോ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ എന്താ ചെയ്യാ? ഇതുപോലെ LCD-യും എന്നിട്ട് 45 കഴിയുമ്പോൾ ക്ലിപ്പിംഗ് അപ്പുറം കട്ട് ചെയ്ത് ജനങ്ങളെ പറ്റിച്ചിട്ട് ആയത്തോതാൻ എവിടെ നേരം, ഹദീസ് ഓതാൻ എവിടെ നേരം? അതുകൊണ്ടല്ലേ ഖൗമിന് ഈമാനില്ലാതെ പോയത്. വൈദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന എന്നത് അല്ലാഹ് പറഞ്ഞതാ. അതുകൊണ്ടാണ് ഞങ്ങൾ ഖുർആൻ ഉദ്ധരിക്കുന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ ഹദീസ് ഉദ്ധരിക്കുന്നത്. എന്നിട്ടേ ഞങ്ങൾ മറ്റു കാര്യങ്ങൾ ചെയ്യും. ഖുർആനിലുണ്ട്, ഹദീസിലുണ്ടെങ്കിൽ ഞങ്ങൾ ഇമാമുമാരുടെ കൗല് പറയില്ല. ഖുർആനിലും സുന്നത്തിലും ഞങ്ങൾ മനസ്സിലാക്കിയത് തന്നെയാണ് ഇമാമുമാര് മനസ്സിലാക്കിയതെന്ന് പറയാനേ ഞങ്ങൾ ഇമാമുമാർ ഉദ്ധരിക്കുക. അല്ലാതെ ഖുർആൻ മാറ്റിവെച്ച്, സുന്നത്ത് മാറ്റിവെച്ച് ഇമാമുമാർക്ക് പ്രാധാന്യം കൊടുക്കൽ സുന്നികളാണ് എന്ന് സാക്ഷാൽ കാന്തപുരമാണ് പറയുന്നത്. പിന്നെയോ, മുജാഹിദ് പ്രസ്ഥാനം ഏതെങ്കിലും ഒരു നാട്ടിൽ വന്നാൽ ഭിന്നിപ്പുണ്ടാക്കുന്ന മുജാഹിദുകള് ഭിന്നിപ്പുണ്ടാക്കും എന്നാ പറയുന്നത്. മുജാഹിദുകൾ ഭിന്നിപ്പുണ്ടാക്കും. യഥാർത്ഥത്തിൽ മുജാഹിദുകൾ ഭിന്നിപ്പുണ്ടാക്കുകയാണോ? ഒരർത്ഥത്തിലാണ്. അതെങ്ങനെ? അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഒരു നാട്ടിലുണ്ടായിരുന്ന 50 പേരും ഒന്നിച്ച് കള്ളു കുടിക്കുന്നവരാണെങ്കിൽ അവര് ഉപദേശിക്കും മുജാഹിദുകൾ, അവർക്കിടയിൽ ഇടപെടും. എന്നിടയിൽ ഒരു 10-20 ആളുകൾ ഇനി ഒരിക്കലും മദ്യപിക്കൂല എന്ന് തീരുമാനിക്കും. അപ്പൊ ബാക്കിയുള്ള 30 പേര് അവരെ ക്ഷണിക്കുമാരൊരു ഞങ്ങൾ നിങ്ങളോടൊപ്പം ഇല്ല. അങ്ങനെ അവരൊന്ന് തെറ്റു, അവർക്കിടയിൽ ഭിന്നത ഉണ്ടാവും. അതാണ് ഞങ്ങൾ ഉണ്ടാക്കുന്ന ഭിന്നത. മനസ്സിലായോ? ബാപ്പയും മോനും ഭാര്യയും മക്കളും എല്ലാം ശിർക്കിലായിരുന്നു.
ആ വീട്ടിലേക്ക് ഞങ്ങൾ തൗഹീദ് എത്തിച്ചെടുക്കുമ്പോൾ ബാപ്പാക്ക് ചിലപ്പോ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യും, ഭാര്യ ക്ലിക്ക് ചെയ്യും, മക്കൾക്ക് ചെയ്യൂല. ചിലപ്പോ മക്ക കൈകാര്യം കിട്ടുക. അപ്പൊ ബാപ്പയും മക്കളും അതുവരെ ഷിർക്കിൽ നല്ല ഐക്യത്തിലായിരിക്കും. അപ്പൊ അവർ ഭിന്നിക്കും. ഒരു കൂട്ടർ തൗഹീദിന്റെ ആളും ഒരു കൂട്ടർ ഷിർക്കിന്റെ ആളും. ഇതാണ് മുജാഹിദുകൾ ഉണ്ടാക്കുന്ന ഭിന്നിപ്പ്. പക്ഷേ സാക്ഷാൽ ആദർശത്തിന്റെ പേരിൽ ഭിന്നിപ്പുണ്ടായാൽ അത് നമ്മൾ നോക്കണ്ട, അത് കുഴപ്പമില്ല. ആ ഭിന്നിപ്പ് ഉണ്ടാവും വിചാരിച്ചിട്ട് നമ്മൾ പറയാതിരിക്കരുത് എന്ന് കാന്തപുരം തന്നെ പറയണം. മുജാഹിദുകൾ അതുകൊണ്ടാണ് ഏത് സമൂഹത്തിൽ ഭിന്നിപ്പ് ഉണ്ടാവും വിചാരിച്ചിട്ട് ഹക്ക് പറയാതിരിക്കാൻ മുജാഹിദുകൾക്ക് പറ്റൂല. അതുകൊണ്ടാണല്ലോ മുജാഹിദുകൾ എല്ലാ മഹലിലും ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദോഷമല്ല, ജനങ്ങൾ നന്നാകാൻ ഭിന്നിപ്പുണ്ടായിക്കോട്ടെ. ഭിന്നിപ്പുണ്ടാകുന്നവരാന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെവി കൊടുക്കേണ്ടതില്ല എന്ന് കാന്തപുരം തന്നെ പറയണം. എന്നിട്ട് എപ്പോഴും മുജാഹിദുകളെ പറ്റി പറയും ഞങ്ങൾ ഭിന്നിപ്പുണ്ടാക്കുന്നവരാണ് എന്ന്. ആ ഭാഗം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. സത്യത്തിനെതിരായി ഏതെങ്കിലും ഒരു വിഭാഗം വരുമ്പോൾ അതിനെ എതിർക്കുകയും ഖണ്ഡിക്കുകയും ചെയ്യുന്നത് വഴി ഭിന്നിപ്പുണ്ടാകുമെന്ന് ഭയപ്പെട്ട് നാം അടങ്ങിക്കൂടാ. തികച്ചും ഈ അസത്യത്തെ എതിർക്കുകയും അതിനെ ഖണ്ഡിക്കുകയും ചെയ്യണം. അതിന്റെ പേരിൽ ഭിന്നിപ്പുണ്ടായാൽ നാം അതിന് ഉത്തരവാദികളല്ല എന്ന് മൂസാ നബി അലൈഹിസ്സലാമിന്റെയും ഹാറൂൻ നബി അലൈഹിസ്സലാമിന്റെയും ചരിത്രം പഠിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ, സമൂഹം തിന്മയിലാകുമ്പോ അവരെ ഖണ്ഡിച്ചുകൊണ്ട് പ്രസംഗിക്കേണ്ടി വരും. അതിന് ഭിന്നിപ്പുണ്ടാക്കി എന്ന് ആരും പറയരുത് എന്ന് ഇന്ന് കേരളത്തിൽ എല്ലായിടത്തും മുജാഹിദുകൾ നല്ല ആദർശ പ്രബോധനമൊക്കെ നടത്തുമ്പോ ആളുകൾ പറയും ഭിന്നത ഉണ്ടാക്കാനാണ്. പക്ഷെ അള്ളാഹു ഖുർആനിൽ ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിലൂടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലൂടെ ഭിന്നിപ്പുണ്ടാവും വിചാരിച്ചിട്ട് ന്യായം പറയാതിരിക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്നു എന്ന് തെളിവ് ധരിച്ചുകൊണ്ട് കാന്തപുരം പറയുന്ന രംഗങ്ങൾ കേട്ട് അതേ മുജാഹിദുകൾ ഇവിടെ ചെയ്യുന്നുള്ളൂ. ഇവിടെ മറ്റുള്ള മുസ്ലിം സംഘടനകളിൽ ദൂരവ്യാപകമായ ഇസ്ലാമിക വിരുദ്ധ സമീപനങ്ങൾ ഉണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യണത്, ഖുർആനും സുന്നത്തും തെളിവാകുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച പോലെ ഒരു കാര്യം ദീനാകണമെങ്കിൽ അത് നബി പറയണം, നബി പ്രവർത്തിക്കണം, നബി മൗനാനുവാദം നൽകണം, അതേ ദീനാകുള്ളൂ. എന്നാൽ സത്യത്തിൽ മുജാഹിദുകളെ കുറിച്ചുള്ള ആരോപണം എന്തായിരുന്നു? ഇവർ റസൂലുള്ളാഹിന്റെ സുന്നത്ത് അംഗീകരിക്കൂല, ഇവരെ ബിദ്അത്തിന്റെ ആളുകളാണ്, ഇവർ സ്വഹാബികൾ അംഗീകരിക്കൂല. പ്രത്യേകിച്ച് AP സുന്നികൾ മുജാഹിദുകളെ പറ്റി പറയുന്ന അതാണ്. ആ കാര്യത്തിൽ ആദർശപരമായി AP സുന്നികൾ ഒന്നാണല്ലോ. ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവർക്ക് വ്യത്യാസമുണ്ടോ? ഇല്ല, എല്ലാവർക്കും അറിയാം. പക്ഷേ എവിടെ നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചെയ്യേണ്ടതില്ല, നബി പഠിപ്പിക്കേണ്ടതില്ല, നബി പറയേണ്ടതില്ല ഒരു കാര്യം ദീനാകാൻ എന്നാണ് AP സുന്നികൾ പറയുന്നത്. സ്വഹാബികൾ ചെയ്യണമെന്നില്ല. മുജാഹിദുകൾ ഇത്രയും കാലം ജനങ്ങളോട് പറഞ്ഞ എന്താ? അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തു, സ്വഹാബികൾ നബിയിൽ നിന്ന് മനസ്സിലാക്കി, അത് ഖുർആൻ സ്ഥിരീകരിച്ച കാര്യമാണ്. അതാണ് ഞാൻ ആദ്യം ഓതി വെച്ചത്. പക്ഷെ ഇപ്പോ ഇവരുടെ അങ്ങ് എറണാകുളത്തുനിന്ന് അങ്ങോട്ട് ഒരു വായാടി പ്രഭാഷകനുണ്ട്. ആ പ്രഭാഷകൻ ഫാറൂഖ് നഈമി എന്ന് പറയുന്ന ഒരു പ്രഭാഷകൻ. അയാൾ പറയണേ നബി ചെയ്യണമെന്നില്ല ഒരു കാര്യം ദീനാകാൻ, സഹാബികൾ ചെയ്യണമെന്നില്ല ഒരു കാര്യം ദീനാകാൻ. അത് ശറയിലുണ്ടായാ ദീൻ. ശറ പിന്നീട് ഉണ്ടായതാ? ആരുണ്ടാക്കിയതാ? ഇതാണ് ഇവരെന്താ പറയുന്നതെന്ന് ഇവർക്കറിയില്ല. അത്തരം ഒരു പ്രഭാഷണം ഒരു പുരോഹിതന്റെ, കാരണം ഇവർക്ക് എന്തറിയോ, മുടിയുടെ കാര്യത്തിൽ സനദില്ല എന്നറിയാം. ഇവർ ചെയ്യുന്ന പലതിനും റസൂലിന് തെളിവില്ല. അതുകൊണ്ട് അത് പറഞ്ഞു വെക്കുകയാണ്, നബി പഠിപ്പിക്കണമെന്നില്ല. കാരണം ആളുകൾ ശരം കണക്കെ ചോദ്യം തുടങ്ങി, നിങ്ങൾ ഈ ചെയ്യുന്നതിന് നബി ചെയ്തിട്ടുണ്ടോ? ഹദീസ് കാണിക്കാൻ വയ്യ. നിങ്ങൾ നിസ്കരിക്കുന്നത് റാവിഹിന് ഹദീസ് തെളിവുണ്ടോ? കാണിക്കാൻ വയ്യ. നിങ്ങൾ കാണിക്കുന്ന ഈ നരനായാട്ടിന് ഇസ്ലാം തെളിവുണ്ടോ? കാണിക്കാൻ വയ്യ. അപ്പൊ പിന്നെ ഉസ്താദുമാര് അല്ലെങ്കിൽ മുസ്ലിയാക്കന്മാര് ആളുകൾക്കിടയിൽ പറയാണ് നബി ചെയ്യണമെന്നില്ല, സഹാബികൾ ചെയ്യണമെന്നില്ല ദീനാകാൻ. പിന്നെ ആര് ചെയ്യണോ? ഉസ്താദോ കാന്തപുരോ? ആര് ചെയ്താൽ അങ്ങക്ക് ദീനാവുക? ആ ഭാഗവും കൂടെ നിങ്ങളൊന്ന് കേൾക്കണം. ഒരു കാര്യം ഇസ്ലാമിൽ പ്രമാണമുണ്ടാകണമെങ്കിൽ, രേഖയാകണമെങ്കിൽ, സമ്മതിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവർത്തിച്ചു കൊള്ളണം എന്ന് നിർബന്ധമില്ല. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നബി തങ്ങൾ ചെയ്തോന്ന് ചോദിച്ചു വരുമ്പം ചാടി വെള്ളം ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഒരു കാര്യം നബി തങ്ങൾ ചെയ്താലേ ഇസ്ലാമാവൂന്നില്ല.
ഒരു കാര്യം സ്വഹാബികൾ ചെയ്താലേ ഇസ്ലാമാകൂ എന്നില്ല. ഒരു കാര്യം ഹദീസിൽ ഉണ്ടെങ്കിലേ ഇസ്ലാമാകൂ എന്നില്ല. മാ ഖാമ അലൈഹി ദലീലുൻ ശർഇയ്യുൻ, ഒരു വിഷയത്തിന് ഇസ്ലാം പ്രാമാണികമായി പിന്തുണ നൽകണമെന്നേ ഉള്ളൂ. അല്ലാതെ നബിതങ്ങൾ ചെയ്തതേ ചെയ്യാവൂ എന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതേ ചെയ്തുകൂടൂ എന്നില്ല. അടിസ്ഥാനപരമായി ഇസ്ലാമിൽ അംഗീകാരമുണ്ടാകണം. ഉദാഹരണം പറഞ്ഞാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് LCD ഇല്ല, നബി തങ്ങളുടെ കാലത്ത് കമ്പ്യൂട്ടർ ഇല്ല, നബി തങ്ങളുടെ കാലത്ത് മോണിറ്റർ ഇല്ല. ഈ സാധനങ്ങളൊക്കെ പുതുതായി വന്നപ്പോ ഇത് ഇസ്ലാമിക പ്രബോധനത്തിന് വിനിയോഗിക്കുന്നതിൽ നബി തങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. സ്വഹാബികൾ ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇമാമുകൾ ചെയ്തിട്ടുണ്ടോ എന്നതിന് പ്രസക്തിയില്ല. അപ്പൊ ഇത് ഇസ്ലാമല്ലേ? ഇത് ഇസ്ലാം അല്ലെങ്കിൽ ഇവിടെ മുജാഹിദുകൾ ഇസ്ലാം അല്ലാത്തത് ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കേണ്ട എവിടെ എത്തുന്നു നമ്മുടെ സമുദായം. നബി ചെയ്തോ എന്ന് ചോദിച്ച് ചാടി വരുമ്പോഴേക്ക് ബേജാറാകണ്ട. അപ്പൊ എന്തുണ്ടായിട്ടുണ്ട്? നബി ചെയ്തോ എന്നുള്ള ചോദ്യം നിരന്തരമായി നേരിടുകയാണ്. ആ നേരിടുമ്പോ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ആർക്ക്? വലിയ ഹോജാക്കന്മാർക്ക്. ഇവരുടെ ഏറ്റവും വലിയ പ്രഭാഷകന്മാരുടെ കൂട്ടത്തിൽ പെട്ടൊരു ചങ്ങായത്. നിങ്ങൾ ആലോചിക്കണം, എന്താ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദ്യം വന്നപ്പോ സഹിക്കുന്നില്ല. അപ്പൊ നബീനെ തള്ളിക്കളഞ്ഞു. നബി പറയണ്ട, നബി പ്രവർത്തിക്കണ്ട, മൗനാനുവാദം നൽകണ്ട. അടിസ്ഥാനപരമായി ഇസ്ലാമിൽ ഉണ്ടായത് നബി പഠിപ്പിക്കാത്ത എന്ത് ഇസ്ലാമടോ? ഏത് ഇസ്ലാം? നീ പഠിപ്പിച്ച ഇസ്ലാം ഏതാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഏത് ഇസ്ലാം? സ്വഹാബികൾ പഠിക്കാത്ത ഏത് ഇസ്ലാം? ആരുടെ ഇസ്ലാമാണ് നിങ്ങൾ ജനങ്ങളോട് പറയുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കണം. ടിവിയും അതുപോലെ മോണിറ്ററും, അതാണോ അത്? ഹദ്ദാദുർ റാത്തീബ് നടത്താൻ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ മോണിറ്റർ ഉണ്ടോന്നായോ? ഇവനൊന്നും വിവരല്ലേ? എന്താ ഈ കൗമിന്റെ അവസ്ഥ? TK അംസം വെറുതെ പറഞ്ഞല്ല, ആദാ കൗമുൻ ജാഹിലൂൻ. ഇന്റർവ്യൂല് പറഞ്ഞതാ, AP സുന്നിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തേ പറയാനുള്ളത്? ഞാൻ എന്ത് പറയാനാ? ഖിയാമത്ത് നാൾ വരെ നന്നാവുന്ന് എനിക്ക് അഭിപ്രായമില്ല. പിന്നെ ഹാദാ ഖൗമുൻ ജാഹിലൂൻ. ഞാൻ ചോദിക്കട്ടെ, ജനങ്ങളെ മതത്തിൽ ഓരോന്നുണ്ടാക്കല് മോണിറ്ററുള്ള പോലെയാ? ആണോ? കമ്പ്യൂട്ടറും വാച്ചും മൊബൈലും ഒക്കെ ഉപയോഗിക്കുന്ന പോലെയാണോ? ആണോ? സുബൈക്കുള്ള ഖുനൂത്തും അതുപോലെ തന്നെ നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയും നബിദിനവും ഉറൂസും ഒക്കെ മോണിറ്റർ ഉണ്ടായ മാതിരി ഉണ്ടായതാ? ആണോ? ആണോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നബിദിനം കഴിക്കാത്തവൻ എന്താ പറയല്? ഓനാരാ? ഓ നബീനെ ധിക്കരിച്ചോന്നല്ലേ? മോണിറ്റർ വാങ്ങാത്തവൻ നബീനെ ധിക്കരിച്ചോ എന്ന് പറയാം ആരെങ്കിലും? വളരെ സിമ്പിളായ ഒരു ചോദ്യം. ഒരാൾക്ക് കമ്പ്യൂട്ടറിലെ നേരത്തെ കാഫറാവോ? നേരെ മറിച്ച് നബിദിനം കഴിച്ചിട്ടില്ല നിങ്ങളുടെ ഭാഷയിൽ ആരാ? നബി വിരോധി അല്ലേ? മോണിറ്റർ ഇല്ലാത്തൊരുത്തൻ സുന്നി മുജാഹിദ് ആവോ? എന്താ ഈ പറയുന്നത്? അപ്പൊ മോണിറ്ററിൽ കാഫറോ? ഈ വീട്ടിനോടൊക്കെ ആരെങ്കിലും ഇത് ജനങ്ങൾക്ക് മനസ്സിലാൻ പറയാം. ഇവന്റെ ഒക്കെ തലച്ചോറിൽ എന്താണുള്ളത് അള്ളാഹ്ക്കേ അറിയും. വെറുതെ ആയിരിക്കുമല്ലോ ടീച്ചർ ഈ ഭരിഞ്ഞ് കെട്ടുന്നത് തലക്ക്. ഭയങ്കര കെട്ട്. അവിടെ കെട്ട് ഇടക്കിടക്ക് തുറന്നുകൊണ്ടാണ് പല ആളുകളും മുജാഹിദ് ഉസ്താദിലേക്ക് വന്ന് ഇവിടെ ഇരിക്കുന്ന ഉസ്താദൊക്കെയുള്ള ആളുകൾ. ആലോചിച്ച് ഇനി ഈ കൗമ് ഇതിങ്ങോട്ട് കടക്കരുത് എന്നാ എന്തൊരു ചിന്തയാണ് ഈ കൗമിന്. ഈ കൗമിന്റെ ഒരു അവസ്ഥ എന്താണ് നിങ്ങൾ ആലോചിച്ചാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ചെയ്യണ്ട അങ്ങനെയാണോ? ദീനിലെ ഏതൊരു കാര്യവും മതപരമായ അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ രണ്ട് പോയിന്റുകൾ ശരിക്കും നമ്മളൊന്ന് മനസ്സിലാക്കണം. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തോന്ന് ചോദിക്കുമ്പോഴേക്ക് ചാടി വീഴണ്ട. കാരണം നബി ചെയ്യണമെന്നില്ല ദീനിൽ തെളിവാകാൻ. അപ്പൊ ഏതാ ദീൻ? നബി പഠിപ്പിക്കാത്ത ഏതാ ദീൻ? അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും എന്ന് പറഞ്ഞ് റസൂലിലൂടെ പൂർത്തീകരിച്ച ആ ദീനിനെ പറ്റി നമ്മൾ പറയുന്നത് എന്താണ്? ഫഅലൽ മുഅ്മിനി. ഇത് ആരുടെ ഉദ്ധരണി എന്നറിയോ? ഷെയ്ഖ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഗനിയത്തു താലിബീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്ന വാക്കാണ്. എന്താ പറയുന്നത് അറിയോ? ഫഅലൽ മുഅ്മിനി ഇത്തിബാഉസ് സുന്ന വൽ ജമാഅ. ഒരു സത്യവിശ്വാസിക്ക് നിർബന്ധമാണ് എന്ത്? സുന്നത്ത് ജമാഅത്തിനെ പിന്തുടരുക എന്നത്. അസ്സുന്നത്തും മാ സന്നഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുന്നത്തി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിൽ ചര്യയാക്കിയതാണ്. മത്തഫഖ അലൈഹി അസ്ഹാബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ സ്വഹാബികൾ ഇജ്മാ ആയി പറഞ്ഞത് അതാ ദീന്. അതേ ദീന് എന്ന് പറയൂ.
പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകരകയുണ്ട്. അതില് വിശുദ്ധ പാരമ്പര്യം എന്നൊരു അധ്യായമുണ്ട്, 3-ാമത്തെ ചാപ്റ്റർ. ആ ചാപ്റ്ററിൽ അയാൾ തീർത്തു പറയാൻ, നബിയിൽ നിന്ന് സ്ഥിരീകരിക്കപ്പെടാത്തതൊന്നും മതാവൂല പഠിച്ചോൽ എങ്ങനെ പറയുള്ളൂ? അതെ, നബിയിൽ നിന്ന് അതാ സുന്നത്ത്. അത് നിഷേധിക്കുക. റസൂലുള്ള പറഞ്ഞതാ, ഇതിനൊക്കെ നിഷേധിക്കാൻ കഴിയോ സമസ്തക്കാരെ? ഞാനും എന്റെ സ്വഹാബികളും ഇന്ന് എന്ത് വിശ്വസിച്ചുവോ, എന്താചരിച്ചുവോ, എങ്ങനെ ജീവിച്ചുവോ അങ്ങനെ ജീവിക്കുമ്പോഴാണ് ദീനാവുക. ഇത് പറയുന്ന മുജാഹിദുകൾ ദീനിന്ന് പുറത്ത്, ഇതിനെ എതിർക്കുന്ന സമസ്തക്കാര് ദീനിനകത്ത്. എന്തൊരു പുതുമയാണ് മനുഷ്യരെ ഇത് നിങ്ങൾ കേട്ടതല്ലേ? ഇതൊന്നും കളവല്ലല്ലോ, ഇതിന്റെ ഒന്നും അപ്പുറം കേൾപ്പിക്കേണ്ടതില്ലല്ലോ. ഇല്ലല്ലോ, വളരെ വ്യക്തമാണല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളെയും ആരാ തള്ളിക്കളഞ്ഞത്? ആരാ ഇവിടെ തള്ളിക്കളയുന്നത്? ഇവരാണ്. ഇവരെന്ത് ചെയ്യണമെങ്കിൽ ഇവർക്ക് അല്ലാഹുവിന്റെ റസൂലിനെ തള്ളണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുന്ന. നാം പ്രവർത്തിക്കാത്തൊരു പ്രവൃത്തി ഒരാൾ ചെയ്താൽ അത് തള്ളണം. ഇയാള് പറയണതോ നബി ചെയ്യേണ്ടയില്ല, നമുക്ക് ചെയ്യാം. എങ്ങനെയുണ്ട് ഈ വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോ ഒന്നാമതായി മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം പ്രമാണമാണ് വലുത്. ഒരു കാര്യം സ്വന്തമായിട്ട് ദീനിൽ ഉണ്ടാക്കാൻ പാടില്ല. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ഒരാളൊരു പ്രവൃത്തി പ്രവർത്തിച്ചു, നമ്മൾ പ്രവർത്തിക്കാത്തതാണ് റസൂലുള്ളാഹി പറയാൻ. നബി പ്രവർത്തിക്കണമെന്നില്ല ഈ ഖുറാഫി പറയുന്നത്. ഈ ജാഹില് പറയുന്നത് റസൂലുള്ളാഹി ചെയ്യണമെന്നില്ല. ഇവിടെ പറയുന്നത് എന്താണ്? മൻ അമില അമലൻ. ഒരാൾ ഒരു അമലിൽ നിന്നൊരു അമല് ചെയ്തു, എന്നിട്ട് നാം ചെയ്യാത്ത അമല് എങ്കിൽ ആ അമല് ദീനിൽ സ്വീകരിക്കപ്പെടില്ല. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മൾ പഠിപ്പിക്കാത്ത ഒന്ന് ദീനിൽ ആര് ചെയ്താലും അതിനെ തള്ളേണ്ടതാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അപ്പൊ മുജാഹിദുകള് സലാത്തുകളെ എതിർക്കുന്നവരാണ്. മുജാഹിദുകൾ സലാത്തുകളെ എതിർക്കുന്നവരാണ് എന്ന് പറയാറുണ്ട്. ഞങ്ങൾ ഏത് സലാത്തിനെയാണ് എതിർക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത സമയത്ത് ഉണ്ടാക്കുന്ന സലാത്ത്, നബി പഠിപ്പിക്കാത്ത ലഫ്ളുകൾ ഉണ്ടാക്കിയ സലാത്ത്. ഓരോ സലാത്തുകൾ ഇവിടെ കമാലിയ സലാത്ത്, നാരിയാത്ത് സലാത്ത്, പല സലാത്തുകളുണ്ട്, മുട്ടിപ്പടി സലാത്ത്, അങ്ങനെ പലതും. പിന്നെ മഗ്രിബ് നിസ്കാരം, ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ഉണ്ടാക്കുന്ന കുറെ സലാത്തുകൾ, പൂർവ്വകാല തലമുറകൾക്കൊന്നും അറിയാത്ത സലാത്തുകൾ, അതൊക്കെ തുടങ്ങുന്നത് ഇവിടുത്തെ APK സുന്നികൾ തുടങ്ങും, EK സുന്നികൾ ഏറ്റെടുക്കും. അങ്ങനെയുള്ള ഒരു അവസ്ഥാവിശേഷം ഈ നാടുകളിലുണ്ട്. ഇത് ഞങ്ങൾ നിങ്ങളോട് വളരെ സ്നേഹത്തോടു കൂടി പറഞ്ഞു തരികയാണ്. ഇത് പറയുന്നത് ഞങ്ങളല്ല. നിങ്ങൾക്കറിയാലോ, EK സുന്നികളുടെ ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതനാണ് അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസി. അദ്ദേഹത്തോട് ഒരു സുന്നിയായ ഒരാൾ ചോദിക്കുകയും അദ്ദേഹം അതിന് നൽകുന്ന ഒരു മറുപടിയും നിങ്ങൾ ശരിക്കൊന്ന് ശ്രദ്ധിക്കുക. എന്തിനാണെന്നറിയോ? ഇതൊക്കെ ശ്രദ്ധിക്കുന്ന മുജാഹിദുകൾ പറയുന്നതിൽ കയമ്പുണ്ട്, നിങ്ങൾ മനസ്സിലാക്കണം. മുമ്പൊന്നുമില്ലാത്തൊരു കാര്യം. ഇപ്പൊ സുബൈ നിസ്കാരം 1400 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ്. എന്നാൽ ഇന്ന് പള്ളികളിൽ പലതും പുതുതായി ഉണ്ടായതാണ്. എല്ലാവർക്കും അറിയാം. 50 വയസ്സൊക്കെയുള്ള പല ആളുകളോടും EKP സുന്നികളൊക്കെ പെട്ടവരോട് ചോദിച്ചാൽ ഇത് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നില്ല, വലിയ വലിയ ഉസ്താദുമാര് ജീവിച്ച കാലത്തില്ല. ഇപ്പൊ ഇതൊക്കെ വ്യവസായമാണല്ലോ. ഇതെല്ലാം വ്യവസായമായിപ്പുണ്ടായതാണ്. ഇതെല്ലാം ആളുകളെ പറ്റിക്കാനാണ്, എന്തോ വലിയ കാര്യമാണ് ഇതൊക്കെ എന്ന് തോന്നിപ്പിച്ച് ചതിക്കാനാണ്. അതിനെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യവും അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസിയുടെ ഒരു മറുപടിയും നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ എന്റെ വിശദീകരണം സത്യസന്ധമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഈ നിസ്കാരത്തിന്റെ ദ്വാരന്റെ ശേഷം ഒരു സലാത്ത് ചെല്ലുന്നുണ്ടല്ലോ ഇപ്പോൾ, അത് എന്താ അതിന്റെ നിയമം? നമ്മളും ചെറുപ്പത്തിലുള്ള കാലത്ത് അങ്ങനെ സ്വലാത്ത് കണ്ടിട്ടില്ല, ഉള്ളത് പറയാലോ. ഇപ്പോൾ കുറേ കാലമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ ചില സ്ഥലത്ത് 3 സ്വലാത്ത് ഏപ്പിക്കാരെ തുടങ്ങിയത് തോന്നുന്നുണ്ട് അല്ലേ? എന്തായാലും സ്വലാത്ത് നല്ല കാര്യം തർക്കമല്ല. അപ്പൊ ഏപ്പിക്കാർ 3 ആക്കിയപ്പോൾ നമ്മളാൾക്കാർ ചില 10 ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ പല രീതിയിൽ നടന്നു വരുന്നുണ്ട്. എന്തായാലും സ്വലാത്ത് എപ്പോഴും ചെല്ല, പ്രത്യേകിച്ചും നിസ്കാരത്തിന് ശേഷം ദ്വാരക്കാണ്. ദ്വാരന്റെ മുമ്പും സ്വലാത്തല്ല, ശേഷം സ്വലാത്തല്ല. അത് 2ഉം ചെല്ല, 3ഉം ചെല്ല, 5ഉം ചെല്ല, 10ഉം ചെല്ല. പക്ഷെ പള്ളിയിൽ നിസ്കരിക്കാൻ മറ്റ് ജമാഅത്തിൽ വരുന്ന ആളുകൾക്ക് ആശയക്കുഴപ്പം തശ്വീഷൊന്നും ഉണ്ടാക്കാൻ പാടില്ല. അത് ഒരു പ്രധാന വിഷയമാണ്. മാത്രമല്ല ആ സ്ഥലത്ത് പ്രത്യേകം സ്വലാത്ത് 3 സുന്നത്താ വിചാരിച്ച ബിദഅത്തായി. ഒരു ഇസ്ലാമിലെ മസല അങ്ങനെ.
ഇപ്പോൾ നിസ്കാരത്തിന്റെ ശേഷം 3 സ്വലാത്ത് ചെല്ലൽ, ദുആന്റെ ശേഷം 3 സ്വലാത്ത് ചെല്ലൽ പ്രത്യേകം സുന്നത്താണ് വിശ്വസിച്ചാൽ തെറ്റാണ്, അനാചാരമാണ്, ഒഴിവാക്കപ്പെടേണ്ടതാണ്. അല്ല വേറെ ബാഹ്യമായ ദോഷവശങ്ങളൊന്നുമല്ലാതെ 3, 5, 10, 200, 1000 സ്വലാത്തൊക്കെ ആർക്കും ചെല്ലാ, സ്വലാത്തിന്റെ പുണ്യം കിട്ടും. ഇതാണ് എൻ്റെ പൊതുവായ സമീപനം. ഒരിക്കൽ ഇവിടുന്ന് നമുക്ക് വിശ്വാസയോഗ്യനായ ഒരാൾ ഒരു പരിപാടിക്ക് പറഞ്ഞു, ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അഭിവന്ദനായ ശംസുലമ ഇ കെ ഉസ്താദ് ഒരു പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി പോകുമ്പോൾ പെരിങ്ങത്തൂർ ആ ഭാഗത്ത് അസർ നിസ്കരിക്കാൻ ഒരു പള്ളി കയറി. ആ പള്ളി കയറി ദുആ കഴിഞ്ഞിട്ട് 3 സ്വലാത്ത് മാറി ചൊല്ലി. അപ്പോൾ ആളെ വിളിച്ചു, നിസ്കാരം കഴിഞ്ഞിട്ട് സ്വലാത്ത് കഴിഞ്ഞിട്ട്, എന്താ സ്വലാത്ത് ചോദിച്ചു. നിനക്ക് എവിടെ നിന്ന് കിട്ടി സ്വലാത്ത് പറ എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്ത സംഭവത്തിന് സാക്ഷിയായ ഒരാളെ കണ്ടിട്ടുണ്ട്. അപ്പൊ പ്രത്യേകം അവിടെ സുന്നത്താന്ന് വിചാരിച്ചാൽ തെറ്റാ, ഇല്ലെങ്കിൽ ഓക്കെ, ശല്യമില്ലാത്ത വിധത്തിൽ എപ്പോഴും എന്ത് ചെയ്യുക, സ്വലാത്ത് അല്ല. ഇതാണ് എൻ്റെ സമീപനം. സഹോദരങ്ങളെ, ഒരുപാട് കാര്യങ്ങൾ അബ്ദുൽ ഹമീദ് ഫൈസി അതിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് അതൊന്ന് വിശദീകരിച്ചില്ല. ഒന്ന്, AP സുന്നികളാണ് ആ 3 സ്വലാത്ത് തുടങ്ങിയെന്ന അവലേക്കൾ കഷ്ടായി. പിന്നെ നമ്മളത് 10 ആക്കി, നമ്മളത് 10 ആക്കി. വിഷയങ്ങൾ നിങ്ങളൊന്ന് ശരിക്കും പഠിക്കി. AP-ക്കാര് 3 ഉണ്ടാക്കി, പിന്നെ അത് EK സുന്നികൾ 10 ആക്കി. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു സലാത്ത് ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അതെന്താണ്? ബിദ്അത്താണ്. മുജാഹിദുകൾ എത്ര കാലായി പറയും. മുജാഹിദുകളെ പറ്റി പൊതുവേ നിങ്ങൾക്കിടയിലുള്ള അഭിപ്രായങ്ങൾ എന്താണ്? മുജാഹിദുകൾ ദീന് തിരിയാത്തവരാണ്, മുജാഹിദുകൾ മസാല തിരിയാത്തവരാണ്. മുജാഹിദുകൾ എത്ര കാലമായി പറയുന്നു. അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസി പറയും EK സുന്നികൾ മുകളിലേക്ക് എടുക്കും. പക്ഷെ ഞങ്ങൾ എത്ര വർഷമായി പറയും? ഞങ്ങൾ സലാത്തിനെ അല്ലല്ലോ എതിർത്തത്. സലാത്ത് ചെല്ലേണ്ട സന്ദർഭങ്ങൾ റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആ സമയത്തൊക്കെ ചെല്ലാറുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കേ, സുബഹി നിസ്കാരം കഴിഞ്ഞാൽ രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ 10 സ്വലാത്ത്, ഇബ്രാഹിമിയ സ്വലാത്ത് ഹദീസിലുള്ളതാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്നുള്ള ദീർഘമായ നമ്മൾ തഹിയ്യാത്ത് ചെല്ലുന്ന ഇബ്രാഹിമിയ സ്വലാത്ത്, അത് 10 സ്വലാത്ത് ചെല്ലണമെന്നാണ് സുബഹിയുടെ ശേഷം. അതുപോലെ വൈകുന്നേരം, അതുപോലെ മയ്യത്ത് നിസ്കാരത്തിൽ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ, ബാങ്കിന്റെ മുമ്പല്ല, ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ സലാത്ത് ചൊല്ലിയിട്ടാണ് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി തമ്മ ചെല്ലേണ്ടത്. ഇവിടെ നിങ്ങൾ നോക്കേ, അബ്ദുൽ ഹമീദ് ഫൈസി നിങ്ങളെ വിശ്വാസപ്രകാരം പണ്ഡിതനാണല്ലോ, അല്ലേ? അദ്ദേഹം പറയണത് ഇതൊരു പ്രത്യേക സുന്നത്താണെന്ന് വിശ്വസിച്ചാൽ എന്തായി? അത് ബിദ്അത്തായി. ഈ വിധി നിങ്ങൾ അംഗീകരിച്ചോ? ജീവിതത്തിൽ എല്ലാ രംഗത്തും ഈ വിധി നിങ്ങൾ അംഗീകരിച്ചോ? ഒരു കാര്യം സുന്നത്താണ്, സുന്നത്തല്ലാത്ത സുന്നത്താണെന്ന് വിചാരിച്ച അനാചാരായി, ബിദ്അത്തായി. ഇത് ഞങ്ങൾ എത്ര കാലമായി നിങ്ങളോട് പറയുന്നത്? നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയ്ക്ക് തെളിവില്ല. അവിടെ നബി ഉപേക്ഷിച്ചതാണ്. ഉപേക്ഷിച്ചതിന് ഉപേക്ഷിക്കൽ സുന്നത്താണ്. അങ്ങനെ ഒരു വിധിയുണ്ട് ഇസ്ലാമിൽ. അതായത് റസൂലുള്ള നബിദിനം കഴിച്ചില്ല, അപ്പൊ കഴിക്കാതിരിക്കലാണ് പുണ്യം, കഴിക്കാതിരിക്കലാണ് പുണ്യം. അതിന് ഞങ്ങൾക്ക് ചരിത്രത്തിൽ നിന്ന് ഉദ്ധരിച്ചുതരാം, നിങ്ങൾക്ക് സ്വീകാര്യായ. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി കഅബത്തിൽ വന്നു. അങ്ങനെ അദ്ദേഹം പിന്നെ അജറുൽ അസ്വദ് മുത്തി. കഅബത്തിന്റെ കില്ല മുത്തിയില്ല, അജറുൽ അസ്വദ് മുത്തിയപ്പോ ചില ആളുകൾ ചോദിച്ചു, ഇമാം അവർകളെ അജറുൽ അസ്വദ് നിങ്ങൾ മുത്തിയല്ലോ, കില്ലങ്ങളിട്ട് മുത്തിയത് കണ്ടില്ല. അങ്ങനെയൊക്കെ ഇവിടെ ആളുകൾ ചെയ്യാറുണ്ട്. അപ്പൊ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറയാൻ, അല്ലാഹുവിന്റെ റസൂല് അജറുൽ അസ്വദ് മുത്താൻ പറഞ്ഞു, മുത്തി.